ശ്രീധരേട്ടന്റെ മകനാണ് ഈ ചുവന്ന ടീഷർട്ട് ഇട്ട് വരുന്നത്. ശ്രീധരേട്ടൻ ആരാണെന്നറിയാത്തവർക്കായി പരിചയപ്പെടുത്തുന്നു. അബ്കാരി പ്രമാണികളിൽ ആണൊരുത്തൻ എന്ന് പറയാം. കടയാടി തമ്പിയൊക്കെ ശ്രീധരേട്ടന് താഴെ വരൂ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വിവിധ ബിനാമി പേരുകളിൽ കള്ളഷാപ്പുകൾ നടത്തുന്നയാൾ. ആ ശ്രീധരേട്ടന്റെ പൊന്നോമന പുത്രനാണിത്. പേര് ശ്രീകാന്ത. തൃശൂർ കൊടകര ചെമ്പുച്ചിറ സ്വദേശി. കഴിഞ്ഞ ദിവസം ശ്രീകാന്തിന്റെ ഉടമസ്ഥയിലുള്ള തോപ്പിൽ നിന്നും പോലീസ് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയിരുന്നു. അതിന്റെ ലൈസൻസിയാണ് ശ്രീകാന്ത്. ശ്രീധരൻ കള്ള് കച്ചവടവും ഒക്കെ അവസാനിപ്പിച്ച് ഇടുക്കിയിൽ കൊല്ലം മൈലക്കാട് സ്വദേശിയുമായി ചേർന്ന് ബാർ ഹോട്ടൽ നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ്. അപ്പോഴാണ് മകൻ അകത്തായത്. ചിറ്റൂരിൽ മാത്രം 100ഓളം തൊഴിലാളികളാണ് ശ്രീകാന്തിന് വേണ്ടി പണിയെടുക്കുന്നത്. ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കള്ളിനേക്കാൾ അധികമാണ് സ്പിരിറ്റ് ഉപയോഗിച്ച് വ്യാജ കള്ള് തയ്യാറാക്കുന്നത്. കള്ള കച്ചവടത്തിൽ ശ്രീധരേട്ടനും മകനും കിട്ടുന്ന ആദ്യത്തെ തിരിച്ചടിയാണിത്. ഇത്രയൊക്കെയായ സ്ഥിതിക്ക് ശ്രീധരേട്ടൻ കള്ള് കച്ചവടം നിർത്തി സന്യാസത്തിനൊന്നും പോകില്ലെന്നും അറിയാം.